വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. LNG പൈപ്പ് ലൈൻ സംബന്ധിച്ച് ധാരണയായി. 2 വർഷത്തിനകം പദ്ധതി പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രിക്ക് പെട്രോനെറ്റിന്റെ ഉറപ്പ് ലഭിച്ചു. അതേസമയം LNG പദ്ധതിയെ സംബന്ധിച്ച് പെട്രോനെറ്റ് MD-യോട് വിശദമായ റിപ്പോർട്ട് തേടിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. പെട്രോനെറ്റ് ഉദ്യോഗസ്ഥരുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ ഗ്യാസ് പൈപ്പ് ലൈനിൻ്റെ പ്രശ്നം തന്നെയാണ്. നമ്മുടെ താല്പര്യം നേരത്തെ പറഞ്ഞാണ്, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ താല്പര്യവും ലൈൻ വാങ്ങുന്ന ചില വിശദാംശങ്ങൾ തരാൻ വേണ്ടി പറഞ്ഞു. അദ്ദേഹം തരാൻ ജിഷ വധക്കേസിൽ CBI അന്വേഷണം ആവശ്യമില്ലെന്ന് ഹൈക്കോടതി. പുതിയ സംഘം അന്വേഷണവുമായി മുന്നോട്ടു പോകട്ടെയെന്നും കോടതി നിർദ്ദേശിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥരെ തീരുമാനിക്കാൻ ജുഡീഷ്യറിക്കാകില്ലെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. ജിഷ വധക്കേസ് CBI അന്വേഷിക്കണമെന്നും അന്വേഷണ ചുമതല മുതിർന്ന വനിതാ ഉദ്യോഗസ്ഥയ്ക്ക് കൈമാറണമെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഫോറൻസിക് പരിശോധനാ ഫലങ്ങളും ലഭ്യമാക്കണമെന്നും ആവശ്യപ്പെട്ടുള്ള ഒരു കൂട്ടം ഹർജികളാണ് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് തോട്ടത്തിൽ B രാധാകൃഷ്ണൻ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചത്. CBI അന്വേഷണം ആവശ്യമില്ലെന്ന് വ്യക്തമാക്കിയ ഹൈക്കോടതി ADGP B സന്ധ്യയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണം തുടരണമെന്ന് നിർദ്ദേശിച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഫോറൻസിക് പരിശോധനാ റിപ്പോർട്ടുകളും പൊതുജന മധ്യത്തിൽ ചർച്ചയ്ക്കായി വിട്ടു നൽകരുത് എന്ന് നിർദ്ദേശിച്ച കോടതി പീഡനത്തിന് ഇരയായി കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ പേരും മറ്റു വിവരങ്ങളും വെളിപ്പെടുത്തിയത് ഉചിതമായില്ല എന്ന് അഭിപ്രായപ്പെട്ടു. ഇതുവരെ നടന്ന അന്വേഷണത്തിന്റെ വിശദാംശങ്ങളടങ്ങിയ 2 ഫയലുകൾ മുദ്രവെച്ച കവറിൽ മധ്യമേഖല IG മഹിപാൽ യാദവ് കോടതിയിൽ ഹാജരാക്കി. കഴിഞ്ഞ ദിവസത്തെ നിർദ്ദേശത്തെ തുടർന്നാണ് അന്വേഷണ പുരോഗതി റിപ്പോർട്ട് പോലീസ് സമർപ്പിച്ചത്. പോലീസിന്റെ അന്വേഷണത്തിൽ ഇടപെടാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കിയ കോടതി IG സമർപ്പിച്ച രേഖകൾ പരിശോധിക്കാതെ മടക്കി നൽകി. കൊലപാതകത്തിന് മുമ്പ് ജിഷ തോപ്പുംപടി സ്റ്റേഷനിൽ നൽകിയ പരാതിയിൽ അന്വേഷണം ഉണ്ടാകാതിരുന്നത് ഗുരുതരമെന്ന് വിലയിരുത്തിയ കോടതി ഇക്കാര്യം പരിശോധിച്ച് നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഇരയുടെ സ്വകാര്യതയ്ക്ക് പ്രാധാന്യം നൽകുന്ന അന്വേഷണമാകണം ഉണ്ടാകേണ്ടത് എന്നും കോടതി ചൂണ്ടിക്കാട്ടി. SC/ST പീഡന നിരോധന നിയമപ്രകാരം ആദ്യ അന്വേഷണ സംഘത്തിന് വീഴ്ച വന്നുവെന്ന ആക്ഷേപം സംബന്ധിച്ച് പരിശോധിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ഹൈക്കോടതിയിൽ നിന്ന് നിയമകാര്യ ലേഖകൻ PP താജുദ്ദീനൊപ്പം സമീർ വഴങ്ങോട്. പ്രവാസി മലയാളി ജോയ് വി ജോണിനെ കൊലപ്പെടുത്തിയ മകൻ ഷെറിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. ചിങ്ങവനത്തും ചെങ്ങന്നൂരും പോലീസ് പരിശോധന നടത്തുകയാണ്. ചെങ്ങന്നൂരിൽ പ്രവാസി മലയാളി ജോയ് ജോണിനെ മകൻ അതിക്രൂരമായാണ് കൊലപ്പെടുത്തിയത്. കാറിൽ വെച്ച് 4 തവണ വെടിവെച്ച് കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം ചെങ്ങന്നൂർ ഗോഡൌണിൽ കൊണ്ടുവന്ന് കത്തിച്ചു കളയാൻ ശ്രമിച്ചു. പിന്നീട് മൃതദേഹം പല ഭാഗങ്ങളായി മുറിച്ചു മാറ്റുകയായിരുന്നു. ഇതിനുശേഷം തെളിവ് നശിപ്പിക്കാൻ ഓരോ ശരീരഭാഗവും വിവിധ സ്ഥലങ്ങളിൽ കൊണ്ടിട്ടു. തലയും ഉടലും ചിങ്ങവനം, ചങ്ങനാശ്ശേരി എന്നിവിടങ്ങളിൽ നിന്നാണ് പോലീസിന് ലഭിച്ചത്. കൈകാലുകൾ പമ്പാനദിയിൽ ഒഴുക്കിവിട്ടു. കൈയുടെ ഒരു ഭാഗം ഇന്നലെ പോലീസിന് ലഭിച്ചിരുന്നു. പിതാവിന്റെ വഴിവിട്ട ജീവിതവും സാമ്പത്തിക ഇടപാടുകളുമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് കരുതുന്നു. ചെങ്ങന്നൂർ മുളകിഴക്ക് സമീപം കാറിൽ വെച്ച് 4 തവണ വെടിവെച്ചാണ് കൊലപ്പെടുത്തിയതെന്ന് ഷെറിൻ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. കൊലപാതകത്തിന്റെ ദൃശ്യങ്ങൾ പ്രതിയുടെ മൊബൈലിൽ നിന്നും പോലീസിന് ലഭിച്ചു. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. അതിരപ്പള്ളി പദ്ധതിയിൽ പൊതുചർച്ച വേണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. അതേസമയം കോൺഗ്രസിലെ ഗ്രൂപ്പ് വഴക്കുകളുടെ കാലം കഴിഞ്ഞെന്നും കേരളത്തിൽ കോൺഗ്രസിനെ ഒറ്റക്കെട്ടെന്നും ചെന്നിത്തല പറഞ്ഞു. ഗ്രൂപ്പ് വഴക്കുകളുടെയും തമ്മിലടിയുടെയും ഗ്രൂപ്പുകൾ തമ്മിലുള്ള തർക്കങ്ങളുടെയും ഒരു കാലം കേരളത്തിലെ കോൺഗ്രസിൽ അവസാനിക്കുകയാണ്. കേരളത്തിൽ 12-13 വർഷക്കാലം നേതൃത്വത്തിൽ ശ്രീ AK ആന്റണിക്ക് ശേഷം ഇരുന്ന ശ്രീ ഉമ്മൻചാണ്ടി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ തന്നെ അദ്ദേഹം കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവ് സ്ഥാനത്തേക്കില്ല എന്ന് പ്രഖ്യാപിക്കുകയും അതേ തുടർന്ന് അദ്ദേഹം എൻ്റെ പേര് നിർദ്ദേശിക്കുകയുമാണ് ഉണ്ടായത്. ഇത് കേരളത്തിലെ കോൺഗ്രസിൽ അസാധാരണമായി ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. കാരണം ഗ്രൂപ്പ് മത്സരങ്ങളുടെയും കിടമത്സരങ്ങളുടെയും സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പുതിയ സന്ദേശം ഇതിലൂടെ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകന്മാർക്ക് നൽകിയിരിക്കുകയാണ്. 2 ദിവസത്തെ CPIM പോളിറ്റ് ബ്യൂറോ യോഗം ദില്ലിയിൽ സമാപിച്ചു. 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം പ്രാഥമികമായി പോളിറ്റ് ബ്യൂറോ യോഗം വിലയിരുത്തി. തെരഞ്ഞെടുപ്പ് ഫലങ്ങളുടെ പ്രാഥമിക റിപ്പോർട്ട് വിവിധ സംസ്ഥാനങ്ങൾ സമർപ്പിച്ചു. കേരളം, തമിഴ്നാട്, പുതുച്ചേരി, ആസാം, പശ്ചിമബംഗാൾ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നതിനു ശേഷമുള്ള ആദ്യ പോളിറ്റ് ബ്യൂറോ യോഗമാണ് ഇന്നലെയും ഇന്നുമായി ദില്ലിയിൽ നടന്നത്.
ആദ്യ ദിവസം 5 സംസ്ഥാനങ്ങളിലെയും തെരഞ്ഞെടുപ്പ് ഫലങ്ങളുടെ പ്രാഥമികമായ റിപ്പോർട്ട് സമർപ്പിച്ചു. അതിന്മേൽ ചർച്ചകളിലേക്ക് പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ കടന്നു. കേരളത്തിൽ മികച്ച വിജയം നേടാനായി കഴിഞ്ഞ 5 വർഷമായി സംസ്ഥാനത്ത് CPIM നേതൃത്വത്തിൽ ഇടതുപക്ഷം നടത്തിയ അഴിമതിക്കെതിരായ പോരാട്ടത്തിന്റെ ഫലമാണ് വിജയമെന്ന് യോഗത്തിൽ ചൂണ്ടിക്കാട്ടപ്പെട്ടു. തെരഞ്ഞെടുപ്പിൽ ബഹുജന പങ്കാളിത്തം ഉറപ്പിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. പശ്ചിമബംഗാൾ, തമിഴ്നാട്, ആസാം, പുതുച്ചേരി സംസ്ഥാനങ്ങളിൽ പാർട്ടിക്ക് വളർച്ച നേടാനായോ എന്നതും വിലയിരുത്തലിന് വിധേയമായി. വിശാല സഖ്യം രൂപീകരിച്ചാണ് പശ്ചിമബംഗാളിൽ മത്സരിച്ചത്. ഇത് എത്രത്തോളം ഗുണം ചെയ്തുവെന്നാണ് പരിശോധിച്ചത്. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ പ്രാഥമിക വിലയിരുത്തൽ പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ പൂർത്തിയായി. വിശദമായ റിപ്പോർട്ട് സംസ്ഥാനങ്ങളിൽ നിന്ന് ലഭിച്ച ശേഷം അടുത്ത കേന്ദ്ര കമ്മിറ്റി യോഗം ഇക്കാര്യത്തിൽ വിശദമായ അവലോകനത്തിലേക്ക് കടക്കുകയും ചെയ്യും. ദില്ലി AKG ഭവന് മുന്നിൽ നിന്നും ക്യാമറാൻ ശൈലേഷ് കല്ലായിക്കൊപ്പം സന്തോഷ് സർലിംഗ്. കോഴിക്കോട് മലാപ്പറമ്പ് സ്കൂൾ പൂട്ടാനുള്ള ഹൈക്കോടതി വിധിക്കെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ അപ്പീൽ സമർപ്പിച്ചു. ദേശീയ വിദ്യാഭ്യാസാവകാശ നിയമത്തിന്റെ ചട്ടങ്ങൾ പാലിക്കാതെയാണ് സ്കൂൾ പൂട്ടാൻ തീരുമാനിച്ചതെന്ന് സംസ്ഥാന സർക്കാർ അപ്പീലിൽ ചൂണ്ടിക്കാട്ടുന്നു. സ്കൂൾ പൂട്ടിയാൽ വിദ്യാർത്ഥികൾ പ്രതിസന്ധിയിലാകുമെന്നും സംസ്ഥാന സർക്കാർ അറിയിച്ചു. കോഴിക്കോട് മലാപ്പറമ്പ് സ്കൂൾ പൂട്ടാൻ UDF സർക്കാരിന്റെ കാലത്താണ് തീരുമാനിച്ചത്. ഇതിനെതിരെ വൻ ജനകീയ പ്രക്ഷോഭം ഉയർന്നുവരികയും ചെയ്തു. ഈ പശ്ചാത്തലത്തിലാണ് പുതിയ സർക്കാർ സ്കൂൾ അടച്ചുപൂട്ടാനുള്ള തീരുമാനത്തിനെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ സമർപ്പിച്ചത്. നേരത്തെ കേരള ഹൈക്കോടതി സ്കൂൾ പൂട്ടാൻ ഉത്തരവിട്ടിരുന്നു. ഈ ഉത്തരവ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യും. ദേശീയ വിദ്യാഭ്യാസ അവകാശ നിയമത്തിന്റെ പരിധിയിലാണ് മലാപ്പറമ്പ് സ്കൂൾ ഉള്ളത്. ഈ നിയമപ്രകാരം സ്കൂൾ പൂട്ടാനുള്ള തീരുമാനം തദ്ദേശ സ്ഥാപനവും AEOയും കൈക്കൊള്ളണം. ഇതിന്മേൽ സംസ്ഥാന സർക്കാരാണ് തീരുമാനമെടുക്കേണ്ടത്. പക്ഷേ മലാപ്പറമ്പ് സ്കൂൾ കാര്യത്തിൽ അത്തരമൊരു നടപടിക്രമം പാലിച്ചിട്ടില്ല. 3 കിലോമീറ്റർ ചുറ്റളവിൽ മറ്റു സ്കൂളുകളുമില്ല. അതുകൊണ്ട് തന്നെ പുതിയ അധ്യയന വർഷം ആരംഭിക്കാനിരിക്കെ സ്കൂൾ അടച്ചുപൂട്ടിയാൽ അത് നിരവധി വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കുമെന്നും അപ്പീലിൽ ചൂണ്ടിക്കാട്ടുന്നു. കൂടാതെ സ്കൂൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലം കൈക്കലാക്കാൻ റിയൽ എസ്റ്റേറ്റ് താൽപര്യക്കാർ ശ്രമിക്കും. ഭൂമിക്ക് കനത്ത വിലയുള്ള കേരളത്തിൽ ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ ഉണ്ടായാൽ അത് പൊതുവിദ്യാഭ്യാസ മേഖലയെ തകർക്കുമെന്നും സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. കേസിൽ മുതിർന്ന അഭിഭാഷകരെ ഹാജരാക്കാനും കേരള സർക്കാർ ശ്രമിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി. വാർത്തകളിലേക്ക്. പാമോലിൻ കേസിന്റെ വിചാരണ ജൂൺ 23-ന് ആരംഭിക്കും. കേസ് ഇന്ന് തൃശൂർ വിജിലൻസ് കോടതി പരിഗണിച്ചെങ്കിലും മുൻ ചീഫ് സെക്രട്ടറി ജിജി തോംസൺ അടക്കമുള്ള പ്രതികൾ കോടതിയിൽ ഹാജരായില്ല. പ്രതികളായ മുൻ ഭക്ഷ്യമന്ത്രി TH മുസ്തഫ, സിവിൽ സപ്ലൈസ് സെക്രട്ടറി PJ തോമസ്, ജിജി തോംസൺ എന്നിവർ നൽകിയ വിടുതൽ ഹർജി സുപ്രീം കോടതി തള്ളിയിരുന്നു. കേസിന്റെ വിചാരണ അനന്തമായി നീട്ടുകയാണെന്ന VS അച്യുതാനന്ദന്റെ ഹർജി അംഗീകരിച്ച് വിചാരണ തുടരാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു. 23-ന് കേസ് പരിഗണിക്കുമ്പോൾ എല്ലാ പ്രതികളും ഹാജരാകണമെന്ന് കോടതി നിർദ്ദേശിച്ചു. കലാഭവൻ മണിയുടെ മരണത്തിന്റെ അന്വേഷണം ഒരാഴ്ചയ്ക്കകം പൂർത്തിയാകുമെന്ന് പോലീസ്. മൃതദേഹത്തിൽ കീടനാശിനിയുടെ അംശം കണ്ടെത്താനായില്ല. എന്നാൽ ഹൈദരാബാദിൽ നിന്നുള്ള ഫോറൻസിക് റിപ്പോർട്ടിൽ വിഷമദ്യത്തിന്റെ സാന്നിധ്യം കണ്ടെത്തി. വിഷമദ്യം ശരീരത്തിലെത്തിയത് എങ്ങനെയെന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടിയാൽ അന്വേഷണം ഒരാഴ്ചയ്ക്കുള്ളിൽ പൂർത്തിയാക്കാനാകുമെന്നാണ് പോലീസ് കരുതുന്നത്. വയനാട് ബത്തേരി പുൽപ്പള്ളി 4-ാം മൈലിൽ കാട്ടാനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തി. വെടിയേറ്റ് ചരിഞ്ഞതാണെന്നാണ് പ്രാഥമിക നിഗമനം. സംഭവത്തിൽ പ്രത്യേക സംഘം അന്വേഷണം ആരംഭിച്ചു. വൈൽഡ് ലൈഫ് വാർഡൻ K ധനേഷ് കുമാറിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുക. ബത്തേരി പുൽപ്പള്ളി സംസ്ഥാന പാതയിലാണ് പിടിയാനയെ വെടിയേറ്റ് ചരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. 13 വയസ്സ് പ്രായമുണ്ട്. മസ്തിഷ്കത്തിൽ വെടിയേറ്റതാണ് മരണകാരണമെന്നാണ് വനം വകുപ്പിന്റെ പ്രാഥമിക നിഗമനം. വെടിയേറ്റ് ഓടുകയോ ചലിക്കുകയോ ചെയ്തിട്ടില്ല. നിന്നിരുന്ന അതേ അവസ്ഥയിൽ തന്നെ ചരിയുകയായിരുന്നു ആന. അതുകൊണ്ട് തന്നെ റോഡരികിൽ വാഹനത്തിലെത്തി വെടിയുതിർത്തതാവാനാണ് സാധ്യതയെന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു. സ്റ്റേഷനോട് ചേർന്ന് റോഡിനോട് ചേർന്നിട്ടാണ് ഒരു പിടിയാന ഇപ്പം വെടിവെച്ചതായിട്ടാണ് സംശയിക്കുന്നത്. വാഹനത്തിൽ നിന്നാണ് വെടിവെച്ചതെന്നാണ് സംശയിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ ടീമിനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്ന് ബാലൻസിക് ടെസ്റ്റ് നടത്താനും പിന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള പോസ്റ്റ്മോർട്ടം പിന്നെ ബാക്കിയുള്ള എല്ലാ ഇൻവെസ്റ്റിഗേഷൻ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. വെറ്റിനറി സർവകലാശാലയിലെ ഡോക്ടർ അരുൺ സ്കറിയുടെ നേതൃത്വത്തിലാണ് പോസ്റ്റ്മോർട്ടം നടക്കുക. ഇതിനായി മൃതദേഹം ഉൾക്കാട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. പിടിയാനയെ വെടിവെച്ചതിനാൽ തന്നെ വേട്ടയല്ല ഉദ്ദേശമെന്നാണ് വനം വകുപ്പിന്റെ വിലയിരുത്തൽ. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണം സംബന്ധിച്ച കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവൂ. ന്യൂസ് ബ്യൂറോ, വയനാട്. തെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടി ചർച്ച ചെയ്യാൻ RSS BJP യോഗം കൊച്ചിയിൽ പുരോഗമിക്കുകയാണ്. കുമ്മനം രാജശേഖരനും V മുരളീധരനും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് ശരിയായില്ലെന്ന് യോഗത്തിൽ RSS കുറ്റപ്പെടുത്തി.
സംസ്ഥാന തലത്തിലുള്ള പ്രചാരണത്തെ ഇത് ബാധിച്ചു. രാമൻപിള്ള, PP മുകുന്ദൻ എന്നിവരുടെ കഴിവുകൾ ഉപയോഗിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചുവെന്നും RSS കുറ്റപ്പെടുത്തി. യോഗത്തിൽ ഇരു സംഘടനകളുടെയും സംസ്ഥാന ദേശീയ നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയന് ദില്ലിയിൽ പൗരസമിതിയുടെ നേതൃത്വത്തിൽ വൻ സ്വീകരണം. കേരള ഹൌസ് അങ്കണത്തിൽ നടന്ന സ്വീകരണത്തിൽ ദില്ലിയിലെ വിവിധ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. തന്റെ സർക്കാർ ആർക്കും വഴിവിട്ടതൊന്നും ചെയ്യില്ലെന്ന് പിണറായി വിജയൻ പറഞ്ഞു. യാത്രാ ചെലവിന്റെ പേരിൽ പ്രവാസികളെ പിഴിയുന്നതിനെതിരെ നടപടി കൈക്കൊള്ളുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ദില്ലി സന്ദർശനം നടത്തുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന് ദില്ലി പൗരസമിതിയുടെ നേതൃത്വത്തിൽ വൻ സ്വീകരണമാണ് നൽകിയത്. വിവിധ സാമൂഹ്യ സാംസ്കാരിക സംഘടനാ പ്രതിനിധികൾ പൂച്ചെണ്ടുകൾ നൽകി മുഖ്യമന്ത്രിക്ക് പിന്തുണ അറിയിച്ചു. പ്രവാസികളുടെ പ്രശ്നങ്ങൾ പുതിയ സർക്കാരിന്റെ പ്രഥമ പരിഗണനാ വിഷയമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. തന്റെ സർക്കാർ ആർക്കും വഴിവിട്ടതൊന്നും ചെയ്യില്ല, ആർക്കെതിരെയും പ്രതികാര നടപടിക്കുമില്ലെന്നും പിണറായി വിജയൻ പറഞ്ഞു. ആരോടും പ്രതികാരം ചെയ്യാനുള്ളതല്ല ഈ ഗവൺമെന്റ്, എന്നാൽ ആരെയും വഴിവിട്ട് സംരക്ഷിക്കാനും ഉള്ളതല്ല ഈ ഗവൺമെന്റ്. ഇത് എല്ലാവരും ഓർക്കുന്നത് നല്ലതാണ്. ചടങ്ങിൽ സംബന്ധിച്ച CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി മലയാളത്തിൽ സംസാരിച്ചത് ഏറെ കൗതുകമായി. പ്രിയപ്പെട്ട സഖാക്കളെ, സുഹൃത്തുക്കളെ, മലയാളം CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ, പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി, CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ തുടങ്ങിയവരും സ്വീകരണ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ദില്ലി. ദക്ഷിണ നാവികസേനയുടെ പുതിയ മേധാവിയായി വൈസ് അഡ്മിറൽ AR കർവെ ചുമതലയേറ്റു. കൊച്ചി നാവികസേന ആസ്ഥാനത്ത് നടന്ന ചടങ്ങിലായിരുന്നു സ്ഥാനാരോഹണം. ഫ്ളാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് അഡ്മിറൽ ഗിരീഷ് ലുത്ര പടിഞ്ഞാറൻ നാവികസേനയുടെ ഫ്ളാഗ് ഓഫീസറായി പോകുന്ന ഒഴിവിലാണ് വൈസ് അഡ്മിറൽ AR കർവെ ദക്ഷിണ നാവികസേനാ മേധാവിയായി ചുമതലയേറ്റത്. വർണ്ണാഭമായ ചടങ്ങുകളോടെയായിരുന്നു പുതിയ മേധാവിക്കുള്ള സ്വീകരണവും ചീഫ് അഡ്മിറൽ ഗിരീഷ് ലുത്രയ്ക്കുള്ള യാത്രയയപ്പും. ദക്ഷിണ നാവികസേനയെ യുദ്ധസജ്ജമായ ഓപ്പറേഷൻ കമാൻഡാക്കി മാറ്റുക എന്ന തന്റെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ AR കർവയ്ക്ക് കഴിയട്ടെയെന്ന് ഗിരീഷ് ലുത്ര ആശംസിച്ചു. 1980-ൽ സേനയിൽ ചേർന്ന കർവെ ദില്ലി നാവികസേന ആസ്ഥാനത്ത് ചീഫ് ഓഫ് പേഴ്സണലായി പ്രവർത്തിക്കുകയായിരുന്നു. ഊട്ടിയിലെ വെല്ലിംഗ്ടൺ ഡിഫൻസ് സർവീസ് സ്റ്റാഫ് കോളേജിൽ നിന്നും ബിരുദ പഠനം പൂർത്തിയാക്കിയ ഇദ്ദേഹം കോളേജ് ഓഫ് നേവൽ വാർഫയറിൽ നിന്നാണ് നേവൽ ഹയർ കമാൻഡ് കോഴ്സ് പൂർത്തിയാക്കിയത്. അമേരിക്കയിൽ നിന്ന് നാഷണൽ സെക്യൂരിറ്റി ആൻഡ് സ്ട്രാറ്റജിയിൽ ബിരുദാനന്തര ബിരുദം നേടിയ കർവെ INS വിരാട്ടിന്റെ കമാൻഡറായി പ്രവർത്തിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ KP നൂറുദ്ദീന്റെ മൃതദേഹം ഇന്ന് കണ്ണൂരും പയ്യന്നൂരും പൊതുദർശനത്തിന് വയ്ക്കും. തുടർന്ന് വൈകുന്നേരം 4-ന് പുതിയങ്ങാടി ഹൈദ്രോസ് പള്ളിയിൽ ഖബറടക്കും. ശനിയാഴ്ച രാവിലെ വീട്ടിൽ തലകറങ്ങി വീണതിനെ തുടർന്ന് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. തുടർന്ന് കണ്ണൂർ കൊയിലി ആശുപത്രിയിലും കോഴിക്കോട് മിംസിലും പ്രവേശിപ്പിക്കുകയായിരുന്നു. ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലെ പുതിയ സാങ്കേതിക സംവിധാനത്തിൽ പൂർത്തിയാക്കിയ ആദ്യ ചിത്രം പ്രദർശനത്തിന് തയ്യാറായി. അങ്ങനെ തന്നെ നേതാവേ അഞ്ചെട്ടെണ്ണം പിന്നാലെ എന്ന ചിത്രമാണ് പ്രദർശനത്തിന് സജ്ജമായത്. ബേസ് ലൈറ്റ് കളർ കറക്ഷൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ചിത്രം പൂർത്തീകരിച്ചത്. കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ പുതുതായി സ്ഥാപിച്ച ബേസ് ലൈറ്റ് കളർ കറക്ഷൻ DI യൂണിറ്റിൽ നിർമ്മാണം പൂർത്തീകരിച്ച ആദ്യ ചിത്രമാണ് അങ്ങനെ തന്നെ നേതാവേ അഞ്ചെട്ടെണ്ണം പിന്നാലെ. പ്രദർശന സജ്ജമായ ചിത്രത്തിന്റെ ആദ്യ പതിപ്പ് KSFDC MD ദീപ നായർ ചിത്രത്തിന്റെ നിർമ്മാതാവ് സുരേഷ് നായർക്ക് കൈമാറി. അജിത് പൂജപ്പുര സംവിധാനം ചെയ്ത ചിത്രത്തിൽ നരേനാണ് നായകൻ. ശരിക്കൊരു ഗ്രാമ പശ്ചാത്തലത്തിൽ നടക്കുന്ന സിനിമയാണ്. ഒരു സാങ്കല്പിക ഗ്രാമം, പെരുമാൾ ദേശം. പെരുമാൾ ദേശത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ രാഷ്ട്രീയക്കാർ വരാൻ പാടില്ല, രാഷ്ട്രീയക്കാർക്ക് പ്രവേശനമില്ല. അവസാനം അവർ രാഷ്ട്രീയം ഗ്രാമത്തിലേക്ക് കൊണ്ടുവരുന്നതാണ്. പിന്നീട് അവിടെ ഉണ്ടാകുന്ന കുറെ മാറ്റങ്ങളുമാണ് ഈ സിനിമയുടെ ബേസിക്. ചിത്രം അടുത്ത വെള്ളിയാഴ്ച തിയേറ്ററുകളിലെത്തും. ഇന്ത്യയിൽ വിരലിലെണ്ണാവുന്നിടങ്ങളിൽ മാത്രമുള്ള ബേസ് ലൈറ്റ് കളർ കറക്ഷൻ സിസ്റ്റം കേരളത്തിൽ ഇതാദ്യമാണ്. ചിത്രാഞ്ജലി സ്റ്റുഡിയോ മാനേജർ ബാലകൃഷ്ണൻ. ഏറ്റവും നല്ല കളർ ക്വാളിറ്റി ഉള്ളതാണെന്ന് പറഞ്ഞാണ് നമ്മൾ ഈ ബേസ് ലൈറ്റ് സിസ്റ്റം വാങ്ങിച്ചത്. ഇതിൽ ഏറ്റവും നല്ല റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. 2 കോടി രൂപ മുതൽ മുടക്കിയാണ് ചിത്രാഞ്ജലിയിൽ പുതിയ സംവിധാനം സ്ഥാപിച്ചത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വെള്ളിത്തിരയിൽ നിന്നിറങ്ങിയ രാഷ്ട്രീയക്കാരൻ പാലാ തങ്കച്ചൻ ഇന്ന് ജീവിതത്തിൽ MLA ആണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകുമോ എന്ന് അറിയും മുൻപ് ചിത്രീകരണം തുടങ്ങിയ സിനിമ റിലീസിന് തയ്യാറെടുക്കുമ്പോൾ രാഷ്ട്രീയ നേതാവായി വേഷമിട്ട നടൻ ജീവിതത്തിൽ MLAയുമായി. നടൻ മുകേഷിന്റെ സിനിമയാണ് ഇത്തരമൊരു അപൂർവതയിലൂടെ കടന്നുവന്നത്.
ജൂൺ 3 റിലീസാകുന്ന അങ്ങനെ തന്നെ നേതാവെ 5 പിന്നാലെ എന്ന ചിത്രമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ചിത്രീകരണം തുടങ്ങിയത്. ചിത്രീകരണം പുരോഗമിക്കവേ അതിലെ രാഷ്ട്രീയ നേതാവ് പ്രചരണത്തിന് ജനങ്ങളുടെ മുന്നിലെത്തി രാഷ്ട്രീയം പഠിപ്പിക്കാനെത്തുന്ന ആളുടെ വേഷമാണ് ചിത്രത്തിൽ മുകേഷിന്റേത്. കാർത്തിക പെരുമാളായി വേഷമിട്ട നായക നടൻ നരേന്റെ നേതൃത്വത്തിൽ സംവിധായകനും നിർമ്മാതാവും ഉൾപ്പെടുന്ന സംഘം മുകേഷിന്റെ വീട്ടിലെത്തി അഭിനന്ദനം അറിയിച്ചു. ചിത്രം പുറത്തിറങ്ങുന്നതിന് തലേന്ന് MLA ആയി മുകേഷ് സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന പ്രത്യേകത കൂടിയുണ്ട്. ചിത്രത്തിൽ അഭിനയിക്കുന്ന സമയത്ത് സ്ഥാനാർത്ഥിയായിരുന്നില്ലെന്ന് മുകേഷ് പറഞ്ഞു. ഇതിന്റെ തുടക്ക സമയത്ത് സ്ഥാനാർത്ഥിയാകുമെന്നുള്ള ഒരു ഉറപ്പോ അല്ലെങ്കിൽ ഒരു ചിന്തയൊന്നും ഇല്ലായിരുന്നു. ഇതിന്റെ ഏതോ ഒരു ഭാഗം എനിക്കൊന്ന് അവസാനമൊക്കെ ഭാഗമായപ്പോഴത്തേക്ക് കുറച്ച് ഇങ്ങനെ നിൽക്കേണ്ടതായിട്ട് ഒരു ചർച്ച നടക്കുന്നുണ്ട് എന്നൊക്കെ ഉള്ള ഒരു ന്യൂസ്. എന്നാൽ പോലും വളരെ സജീവമായിട്ട് തന്നെ ഷൂട്ടിങ്ങിൽ പങ്കെടുക്കുന്ന ഒരു സംഭവമായിരുന്നു. അപ്പോ പെട്ടെന്ന് കഥാപരമായിട്ട് ഞാനൊന്ന് ചിന്തിച്ചപ്പോഴത്തേക്ക് അങ്ങനെ ഒരു ഇവര് ആ ഇലക്ഷൻ സമയത്ത് ഇത് ഇറക്കിയാൽ ഇനി ഞാൻ ഇലക്ഷൻ നിൽക്കുകയാണെങ്കിൽ എനിക്കെന്തെങ്കിലും ഈ നമ്മുടെ പാർട്ടിക്കോ എനിക്കോ എന്തെങ്കിലും ദോഷം വരുമോ എന്നുള്ള ഒരു ചിന്ത വന്നു. നടൻ നരേനൊപ്പം ചിത്രത്തിന്റെ തിരക്കഥാകൃത്തും സംവിധായകനുമായ അജിത് പൂജപ്പുരയും നിർമ്മാതാവ് സുരേഷ് നായരും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. തിരികെ വാർത്തകളിലേക്ക്. പയ്യാവൂരിൽ പുഴയിൽ മുങ്ങി മരിച്ച 5 കുട്ടികളുടെ സംസ്കാരം ഇന്ന് വൈകിട്ട് നടക്കും. മൃതദേഹങ്ങൾ ഇപ്പോൾ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. വിവരങ്ങളുമായി PV ജോഷില ചേരുന്നു. ജോഷില, പൊതുദർശനം ഇപ്പോഴും തുടരുകയാണോ? സംസ്കാര ചടങ്ങുകൾ എപ്പോൾ ആരംഭിക്കും? മറ്റു വിവരങ്ങൾ കൂടി. കഴിഞ്ഞ ദിവസം ചമതച്ചാൽ പുഴയിൽ മുങ്ങി മരിച്ച 5 കുട്ടികളുടെയും മൃതദേഹം ഇപ്പോൾ സ്വന്തം നാട്ടിലെത്തിയിരിക്കുകയാണ്, ജന്മനാട്ടിൽ എത്തിച്ചിരിക്കുകയാണ്. നേരത്തെ 10:30യോടുകൂടിയാണ് സെന്റ് ആൻസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ചത്. അതിനുശേഷം സേക്രഡ് ഹാർട്ട് സ്കൂൾ പൊതുദർശനത്തിന് വെച്ചു. അതിനുശേഷം ഇപ്പോൾ 3 കുട്ടികളുടെയും വീടുകളിലേക്ക് 5 കുട്ടികളുടെയും 3 വീടുകളിലേക്ക് മൃതദേഹങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ്. മൃതദേഹങ്ങൾ ഇപ്പോൾ കുടുംബാംഗങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം തറവാട് വീട്ടിൽ മൃതദേഹങ്ങൾ 5 കുട്ടികളുടെയും മൃതദേഹങ്ങൾ ഒരുമിച്ച് വെക്കും. അതിനുശേഷം അന്ത്യകൂദാശ നടക്കും. അന്ത്യകൂദാശയ്ക്ക് ശേഷമായിരിക്കും ഇവിടെ സെന്റ് അസീസി പള്ളിമുറ്റത്ത് കുട്ടികളുടെ മൃതദേഹങ്ങൾ സംസ്കരിക്കുക. ഒരു കല്ലറയിലായിരിക്കും സംസ്കാരം നടക്കുക. ഇതിനായി മറ്റ് നാട്ടുകാർ കാണുവാനും പൊതുജനങ്ങൾക്കായി പൊതുദർശനത്തിന് വെക്കാനുമായി പള്ളിമുറ്റം സജ്ജീകരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ എല്ലാവരെയും ഇവിടെ വെച്ചാണ് കുട്ടികളെ അവസാനമായി ഒരു നോക്ക് കാണാനായി ഒരുക്കി സജ്ജീകരിച്ചിരിക്കുന്നത്, പൊതുവേദി സജ്ജീകരിച്ചിരിക്കുന്നത്. ഏറ്റവും അവസാനമായി അന്ത്യയാത്രാ മൊഴി നൽകാൻ വേണ്ടി നാട്ടുകാർ പള്ളിമുറ്റത്ത് കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. നേരത്തെ സ്കൂളുകളിലടക്കം വൻ ജനപ്രവാഹമായിരുന്നു ഉണ്ടായിരുന്നത്. പടിയൂർ ചമതച്ചാൽ പുഴയിൽ മുങ്ങി മരിച്ച കുട്ടികൾ, അതായത് ഈ കുട്ടികളെല്ലാം തന്നെ പള്ളിയിൽ അൾത്താരയിൽ സേവകരായി പ്രവർത്തിച്ചവരാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരു സ്മൃതി കുടീരം ഇവിടെ പണിയണം എന്ന നാട്ടുകാരുടെ അഭിപ്രായത്തിന് ഉയർന്നത് കൊണ്ടാണ് ഇവിടെ പള്ളിമുറ്റത്ത് ഒരു കല്ലറയിൽ 5 കുട്ടികളുടെയും മൃതദേഹം സംസ്കരിക്കാനുള്ള തീരുമാനമുണ്ടായത്. സംസ്കാര ചടങ്ങുകൾക്കുള്ള എല്ലാ ചെലവുകളും സർക്കാർ വഹിക്കുമെന്ന് ആരോഗ്യമന്ത്രി KK ശൈലജ ടീച്ചർ നേരത്തെ അറിയിച്ചിരുന്നു. ഹണി.